AD 52 ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ കൊടുങ്ങല്ലൂരെത്തി കേരളത്തിൽ 7.5 പള്ളികൾ സ്ഥാപിച്ച ശേഷം മലയാറ്റിലൂടെ കടന്നു പോകുന്ന ഒട്ടകപ്പാതയിലൂടെ പാണ്ഡ്യരാജ്യത്തേക്ക് പോയി ചിന്തമലയിൽ വച്ച് ശൂല്യത്താൽ കുത്തേറ്റ് രക്തസാക്ഷിയായി മരിച്ചു. പഴയ ആ ഒട്ടകപ്പാത തട്ടുപാറയിലൂടെയാണ് മലയാറ്റൂരിലേക്ക് പോകുന്നത്. തട്ടുപാറയിൽ എത്തിയ തോമാസ് ലീഹ ഇവിടെ വിശ്രമിച്ചുവെന്നും പ്രാർത്ഥിച്ചുവെന്നും പഴമക്കാർ വിശ്വസിച്ചു പോന്നു. AD 52 തോമാസ് ലീഹ കൊടുങ്ങല്ലൂർ വന്നു എന്നാണ് ചരിത്രം പറയണേ. അവിടുന്ന് തട്ടാറ് വന്ന് തട്ടുപാറയിൽ നിന്ന് മലയാറ്റൂർക്ക് പോയെന്നാണ്. തോമാസ് ലീഹയുടെ കാൽപാദമുണ്ട് ഇവിടെ. പിന്നെ 14 സ്ഥലം കുരിശിൻ്റെ വഴിയുണ്ട്. തോമാസ് ലീഹ വിശ്രമിച്ച ഒരു ഗുഹയുണ്ട് ഇവിടെ. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 കുർബാന. പിന്നെ ഞായറാഴ്ച പ്രാർത്ഥനയുണ്ട്. രാജാവാണ് ഈ പള്ളിക്ക് ഈ സ്ഥലം പതിച്ചു കൊടുത്തേണത്. അതിൻ്റെ രേഖകളുണ്ട് ഇവിടെ. ശംഖുമുദ്രയുണ്ട്. 40-ാം വെള്ളിയാഴ്ചയാണ് ഭയങ്കര ആഘോഷം ഇവിടെ. അന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാവും ഇവിടെ. പേര് ദേവസ്വകുട്ടി. ഇവിടെ ഒരു 6 മാസമായുള്ളൂ. തട്ടുപാറയിൽ ചുറ്റിലുമുള്ളത് പാറക്കെട്ടുകളാണ്. അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെയുള്ളവ. പഴയ പാറമടകളായതുകൊണ്ട് തന്നെ നല്ല ആഴമുള്ള ജലാശയമാണ് താഴെ കാണുന്നത്. ഓഫ് റോഡ് ഡ്രൈവിങ്ങിൽ താല്പര്യമുള്ളവരാണ്. 2-3 വട്ടം ഓടിച്ച് കയറ്റിയും ഇറക്കിയും പജേരോയിൽ അവരങ്ങനെ അത് ആസ്വദിക്കുകയാണ്. അതിരാവിലെയും വൈകിട്ടുമൊക്കെ തട്ടുപാറയിൽ അത്യാവശ്യം ആളുകളൊക്കെ വരാറുണ്ട്. ഒരു തീർത്ഥാടനത്തെക്കാളുപരി പ്രകൃതി സ്നേഹികളും വിനോദസഞ്ചാരികളും ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഇടമാണ് അയ്യമ്പുഴയുടെ തട്ടുപാറ പള്ളിയും പരിസരവും.
പഴയ കാലത്ത് തോമാശ്ലീഹയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്ന തട്ടുപാറ പള്ളിയിലേക്ക് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ എത്തിയതുകൊണ്ട് തൊട്ടടുത്തുള്ള മഞ്ഞപ്ര പള്ളിയേക്കാളും നേർച്ചപ്പണം കിട്ടിത്തുടങ്ങിയതറിഞ്ഞ അന്നത്തെ തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ തട്ടുപാറ പള്ളിയുടെ വരുമാനവും പരിസര പ്രദേശങ്ങളും കണ്ടുകെട്ടുവാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ സെക്രട്ടറി ആയിരുന്ന നട്യവത്തുശ്ശേരി വക്കീൽ ഈ ദേവാലയത്തിൻ്റെ പ്രശസ്തിയും പ്രാധാന്യവും രാജാവിനെ ബോധ്യപ്പെടുത്തുകയും രാജാവ് ഈ പള്ളിക്ക് പട്ടയവും ചുറ്റുമുള്ള സ്ഥലത്തിന് കൈവശാവകാശവും നൽകുകയും ചെയ്തു. അന്ന് അളന്ന് തിട്ടപ്പെടുത്തിയതിൻ്റെ തെളിവായി പള്ളിയുടെ ചുറ്റും പാറയിൽ പതിപ്പിച്ച രാജമുദ്രയായ 3 ശംഖ് അടയാളങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാവുന്നതാണ്. ഞാനും ഗുഹയ്ക്കകത്ത് ഒന്ന് കയറി നോക്കുകയാണ്. അധികമൊന്നും ഉള്ളിലേക്ക് കയറുന്നില്ല. വല്ല മുള്ളൻ പന്നിയും ഉള്ളിലുണ്ടെങ്കിൽ പണി മേടിക്കണ്ടല്ലോ. ഉള്ളിലേക്ക് വലിഞ്ഞു കയറുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണേ. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഒളിസങ്കേതമായി ഉപയോഗിച്ചു പോന്ന ഇവിടുത്തെ ഗുഹയിൽ തോമാശ്ലീഹ വിശ്രമിച്ചുവെന്നാണ് പാരമ്പര്യ വിശ്വാസം. ഗുഹാമുഖത്ത് നേർച്ചയിടുന്ന പതിവ് ഇവിടെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഈ പള്ളി പണിയാൻ തിരുനെൽവേലി, തൃശ്ശിനാപ്പള്ളി പ്രദേശങ്ങളിൽ നിന്നും വിദഗ്ധ ശില്പികളിൽ പ്രധാനിയായിരുന്ന പാണ്ഡ്യനാശാൻ തട്ടുപാറയിൽ തോമാശ്ലീഹയുടെ ഒരു ദർശനം കണ്ടു. പിന്നീട് പാണ്ഡ്യനാശാൻ ജീവിതകാലം മുഴുവൻ പള്ളിയുടെ അടുത്ത് ഒരു ഷെഡ് ഉണ്ടാക്കി അതിൽ താമസിക്കുകയും പള്ളിയിൽ ഭജനമിരിക്കുകയും ചെയ്തു. ആഴ്ചതോറും മലയിറങ്ങി വന്ന് ഭിക്ഷാടനം നടത്തി പ്രാർത്ഥനാപൂർവ്വം ജീവിച്ച അദ്ദേഹം ഒരു തികഞ്ഞ ക്രൈസ്തവ സന്യാസിയായി മാറി. ഇല്ല, അതിൻ്റെ അതൊരു വൃക്ഷഗന്ധം വരുന്നേ. പറയാതെ വയ്യ. ഓരോ ഇടങ്ങളും അതിൻ്റേതായ മൂല്യങ്ങളുണ്ട്. നമ്മൾക്ക് മുന്നേ സഞ്ചരിച്ചവർ കരുതി വച്ച ഇടങ്ങളാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ വൃത്തിഹീനമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും
വാരി വലിച്ചിട്ടും മദ്യപാനവും പുകവലിക്കുമൊക്കെ സ്ഥിരം ഇടങ്ങളായി ഇത്തരം സ്ഥലങ്ങൾ മാറുന്നതിൽ വലിയ പ്രയാസമുണ്ട്. ഇത്തരത്തിൽ തുടർന്നാൽ അധികം വൈകാതെ തന്നെ സാമൂഹ്യ വിരുദ്ധതയുടെ ഇടത്താവളമായി ഇത് മാറും. ശുദ്ധവായു കിട്ടുന്ന ഇടങ്ങൾ, ചുറ്റിലും പ്രകൃതി ഒരുക്കിയ ശാന്തത. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മളെ തന്നെ കരുതുക, സ്വയം നമ്മെ തന്നെ നന്നാക്കുക.